ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ലഞ്ച് പെട്ടെന്ന് ഇങ്ങനെ റെഡിയാക്കാമെന്നാണ്. അതിനായി ആദ്യം കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൻപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. വറുക്കാത്തതാണ്, പച്ച. ഒന്ന് നന്നായി ക്ലീൻ ചെയ്ത് കഴുകണം. നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. പെട്ടെന്ന് വെന്ത് കിട്ടും, നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വറുക്കുവാണെങ്കിൽ അത്ര നന്നായി കിട്ടില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതാണ് ടേസ്റ്റ്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇതാ കുക്കറിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു വെയിറ്റ് ഒന്ന് ആവി വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഞാനൊരു ക്യാബേജ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 വെളുത്തുള്ളി അല്ലി, ഒരു 3-4 പച്ചമുളക്, ഇതാ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇതാ ലേശം കറിവേപ്പില, ലേശം തേങ്ങ ചതച്ചതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു ലേശം ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയി. ഇതാ എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ക്യാബേജ് തോരൻ വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. നന്നായിട്ടൊന്ന് തിരുമ്മണം. ഇതുപോലെ ഇതാ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇതാ ഓയിൽ ഒഴിച്ചു കൊടുത്തു, ലേശം കടുക് ഇട്ട് കൊടുത്തു. ഇതാ കടുക് പൊട്ടിച്ചിട്ട് ഇതിൽ പൊട്ടിച്ച് കൊടുക്കാം. ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ആവിയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി വിടണേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഞാൻ പാവയ്ക്ക മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനതിൻ്റെ കുരുവൊന്നും കളഞ്ഞിട്ടില്ല, അധികം മൂത്തിട്ടില്ല. നന്നായി വൃത്തിയായി കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുവാണ്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഓയിൽ ഒഴിച്ചു, ലേശം കടുക് ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പൽമുളക്, 1 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് അതിൻ്റെ കയ്പ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നോട്ടെ. ഇതിലോട്ട് ഒരു അരമുറി സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ഈ പാവക്ക കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ പാവയ്ക്ക അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പാവയ്ക്ക മെഴുക്ക് വരട്ടി. അതിന് എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ലേശം വെള്ളം മതിയാവും. എണ്ണയിൽ കിടന്ന് ഒന്ന് മുരിഞ്ഞ് ഇങ്ങനെ ഒന്ന് മുറുകി വരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. സിമ്മിലിട്ടിട്ട് ഒന്ന് മുറുക്കിയെടുക്കുക. ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. ഇതപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, മതിയാവും, ഇറക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ചു. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലേശം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വൻപയർ കറി അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലോട്ട് ഒരു വലിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കറി വയ്ക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വഴറ്റിയെടുക്കണമെന്നൊന്നുമില്ല, സാധാ പോലെ അങ്ങനെ വേണമെങ്കിലും കറി വയ്ക്കാം കേട്ടോ. വെള്ളത്തിൽ വേവിച്ചിട്ട് തേങ്ങ കൂട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. പക്ഷേ ഇതാവുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. 2 കൊത്ത് കറിവേപ്പില ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. നല്ല എരിയുള്ള മുളക് പൊടിയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് നന്നായിട്ട്. ഇതാ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിന്നത് തുറന്ന് നോക്കാം. പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ വെള്ളമൊന്നും കളയണ്ട. ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വയ്ക്കാം, തിള വരട്ടെ. ഇതാ ഒരു മുറി തേങ്ങ ചിരവിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകമാണ്. ഇത് കൂടി ചേർത്തൊന്ന് അരയ്ക്കണം. വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ 2 വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ നെല്ലിക്ക വലിപ്പത്തിൽ, അല്ലെങ്കിൽ പുളി ആവശ്യത്തിനുള്ളത് മതിയെ. വാളൻ പുളിയാണ് പിഴിഞ്ഞത്, ഒഴിച്ചു കൊടുക്കാം. നെല്ലിക്ക വലിപ്പത്തിൽ മതിയാവും. ഇതാ പുളിവെള്ളവും ജാറ് കഴുകി ഒഴിച്ച വെള്ളവും കൂടി ഇതായി ഇത്ര ആയിട്ടുണ്ട്. ഇത് മതിയാവും. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. ഇത് നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ, 2-3 വെളുത്തുള്ളി അല്ലി, കറിവേപ്പില ഇട്ട് വേണം താളിച്ച് കൂട്ടാൻ. ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിനൂടെ കഞ്ഞിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. കുറച്ച് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം വൻപയർ, ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ മുതിര. ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ലേശം ഓയിൽ ഒഴിച്ചു. കപ്പൽ മുളക്, കുറച്ച് വെളുത്തുള്ളി അല്ലി, ഇതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ചുവന്ന വരുവോളം നന്നായിട്ടൊന്ന് വറുത്ത് കൊള്ളണം. നല്ല മണം വരും. ഇതൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ, ഇതാ ലേശം വാളൻ പുളി, ഇതാ പാകത്തിന് ഉപ്പ്. ഇതൊന്ന് ആറട്ടെ. ഇതൊന്ന് ആറി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതാ ഇതിൽ വെള്ളം നനച്ച് പറഞ്ഞ ചമ്മന്തിയായി. ഇങ്ങനെ കേടുകൂടാതെ എത്ര ദിവസം വേണമെങ്കിലും എടുത്തേക്കും. ഇതാ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്കൊരു ലഞ്ച് റെഡിയാക്കാം എന്നുള്ളതാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അതെല്ലാം റെഡി ആയിട്ട് ഓണിനുള്ള ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരം, ഈവനിങ് സ്നാക്ക്. ഇത് ദോശ ഇഡ്ഡലി മാവിൻ്റെ ബാറ്ററാണ്. ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. കടുകിട്ടു, തേങ്ങാക്കൊത്ത്, ഇതാ ക്യാരറ്റ്, ബീൻസ്, കാബേജ്, സവാള, പച്ചമുളക്, കറിവേപ്പില. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവണം. ഇതാ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. എത്ര മതിയാവും. ഇതൊന്ന് ആറണം. ഇതാ ഇനി ഈ മാവിലോട്ട് കൊട്ടിക്കൊടുക്കാം. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതാ ഉണ്ണിയപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലേശം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഓരോരോ സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇതാ എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതെല്ലാം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക്, ഒരു ചമ്മന്തി, പണിയാരം.